സാഗർ ഒത്ത് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിനക്ക് എന്റെ അടുത്തേക്ക് വരാലോ. ഇനി ഞാൻ ആരുടെ അടുത്തേക്കും വരില്ല. എനിക്ക് ആരുടെ ഒന്നും വേണ്ട. പണത്തിലും പത്രാസിലും ഒന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. ഞാനിന്ന് വഴിതെറ്റിയ പെണ്ണ. ലോകം മുഴുവൻ ബന്ധം ഉണ്ടാക്കി നടക്കുന്ന മേഘന് പോലും എന്റെ അത്രയും നാണക്കേടില്ല. ആയിക്കോട്ടെ, പക്ഷേ മുണ്ട് മുറുക്കി കൊടുത്തിട്ടാണെങ്കിലും ഞങ്ങൾ ജീവിക്കും. അവിടെയും ഞങ്ങളെ വേർപിരിക്കാൻ ശ്രമിക്കരുത്. ഇന്നലെ ഭക്ഷണം കഴിക്കുമ്പോ കൂടി സാഗരേട്ടന്റെ കൈ നന്നായിട്ട് നീറുന്നുണ്ടായിരുന്നു. ഞാനാ കൈ പിടിച്ച് നോക്കിയപ്പോഴാ പറഞ്ഞത് വെക്കാട് പണിക്ക് പോയെന്ന്. ചെയ്യാത്ത ജോലിയാ പാവം ചെയ്തത്. എന്നിട്ടാ അതോടെ തെറിപ്പിച്ച് കളഞ്ഞത്. എന്തായാലും അത് ചെയ്തു കഴിഞ്ഞപ്പോ ഏട്ടത്തിക്ക് തൃപ്തിയായല്ലോ. മഞ്ജു, മഞ്ജു, ഞാൻ പറഞ്ഞില്ലടോ അത് തെറ്റായി പോയെന്ന്. ഉണ്ണി അവിടെ ഉണ്ടെന്ന് കരുതിയിട്ട് അങ്ങനൊരു കടുത്ത തീരുമാനം എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പൊ എനിക്കും തോന്നുന്നു അത് തെറ്റായി പോയെന്ന്. ഇനിയിപ്പോ അവളെ സഹായിക്കാന്ന് വെച്ചാലും അവളെ സഹായം സ്വീകരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എന്നാലും കണ്ണേട്ടാ, അവള് സെയിൽസ് ഗേളായി നിന്ന് ആ ടെക്സ്റ്റൈൽസിൽ നിന്നും അവള് പറഞ്ഞു വിട്ടല്ലോ. മേഘൻ അവളുടെ പിന്നാലെ നടക്കല്ലേ. അവള് സാഗറിനൊപ്പം പോയെങ്കിലും അവളെ തിരികെ കൊണ്ടുവരാനാ അവൻ നോക്കുന്നത്. അങ്ങനെ എന്റെ രണ്ടാനമ്മ പോലും പറയുന്നത്. ഇവരൊക്കെ എന്ത് മനുഷ്യരാണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. അല്ല കണ്ണേട്ടാ, കല്യാണത്തിന് മുൻപ് തന്നെ കണ്ണേട്ടൻ അവക്കൊരു ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി കൊടുത്തിരുന്നല്ലോ. അതുപോലെ തന്നെ കല്യാണത്തിനും 100 പവൻ കിട്ടിയതാ. അതൊക്കെ എവിടെ പോയി? അതൊക്കെ അവനടുത്ത് ലോക്കർ വെച്ചിട്ടുണ്ടാവും മേഘൻ. ഇനിയിപ്പോ അത് തിരിച്ചു കൊടുക്കത്തൊന്നുമില്ല. പിന്നെ അത്യാവശ്യം കയ്യിലുണ്ടായിരുന്ന പൈസക്കൊക്കെ ആയിരിക്കും വീട് വാടകയ്ക്കെടുത്തതും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിയതും. ഇനിയിപ്പോ എന്തുണ്ടെന്ന് പറഞ്ഞാലും എത്ര നാൾ പിടിച്ചിരിക്കാൻ പറ്റും മഹി? എന്തായാലും അവളുടെ ഇപ്പോഴത്തെ ജീവിതം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കണ്ണേട്ടാ. സാഗർ ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിൽ കിടക്കുക. അതുകൊണ്ട് അവനെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യം, അവൻ കഞ്ചാവ് കേസിൽ പ്രതിയല്ലാന്ന് തെളിഞ്ഞാൽ, അത് മേഘന്റെ സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവനെ സംശയിക്കണ്ട. അവരെ നമ്മളായിട്ട് ദ്രോഹിക്കുകയും വേണ്ട.